നമസ്കാരം. ഒടുക്കം പുത്രി സ്നേഹത്താൽ അന്ധനായ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ CPM-ൽ മുട്ടുകുത്തി വീഴുന്നു. തൈക്കണ്ടിയിൽ കുടുംബവകയല്ല AKG സെന്റർ എന്ന് പറയാതെ പറയുകയാണ് കൂടെ നിൽക്കുന്ന സഖാക്കൾ പോലും. മുഖ്യന്റെ മകളായ വീണ വിജയന്റെ കമ്പനിക്ക് പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ് കൊടുത്തതിൽ കണ്ണൂരിൽ കൂട്ടയടി നടക്കുകയാണ് പാർട്ടിയിൽ ഇപ്പോൾ. പാർട്ടിക്ക് വീണ ആരാണ് എന്ന ചോദ്യമുയർത്തി സഖാക്കളും രംഗത്ത് വന്നതോടെ MV ഗോവിന്ദനും ഉത്തരം മുട്ടി തടി തപ്പുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ, അതും സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കൽ നടത്തിയ മാസപ്പടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചത്. ഈ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത അസ്വസ്ഥനാണ് എന്നാണ് റിപ്പോർട്ട്. കരിമണൽ കർത്തയോട് മാസപ്പടി വാങ്ങി എന്ന വിവാദത്തിൽ വീണ വിജയൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടി നേതാവായ AK ബാലനല്ല വീണയ്ക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിയും കുടുംബവും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എന്നും മുതിർന്ന നേതാക്കളിലൊരാൾ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം കത്തിക്കയറുന്നതിനിടെ ഇതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് MV ഗോവിന്ദൻ ഇടപെട്ടു. എന്നാൽ കണ്ണൂരിലെ CPM-ൽ ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ് എന്ന് സുനിശ്ചിതം. P ജയരാജൻ കരുത്തനാകാനുള്ള സാധ്യതയും ഉണ്ട്. പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിന്നിച്ചിതറാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് MV ഗോവിന്ദന്റെ ശ്രമം. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി ഏറെ അതൃപ്തനാണ്. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നു എന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ്. ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലെ നുള്ളാനാണ് തീരുമാനം. CPM-ന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം. പിണറായി വിജയന്റെ നേതൃത്വമുണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച കിട്ടൂ എന്നാണ് CPM-ലെ പിണറായിസ്റ്റുകളുടെ നിലപാട്. എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന തരത്തിലാണ് ചർച്ചകൾ ശക്തമാകുന്നത്. കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണ് എന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ പറയുകയുണ്ടായി. ഇതും ഏറെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയായിട്ടാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിനു സമാനമായ വെട്ടിനിരത്തലുകൾ വീണ്ടും ഉണ്ടായേക്കും. വിമർശനം ഉന്നയിക്കുന്നവരെയെല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും. വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത്. ലോക്സഭയിൽ തോറ്റുവെങ്കിലും നിയമസഭയിൽ ജയിക്കാം. അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരും. എതിരാളികൾ മകളെയല്ല മുഖ്യമന്ത്രിയെ തന്നെയാണ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നും ഗോവിന്ദൻ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിനുള്ള മറുപടി എണ്ണി പറഞ്ഞതാണ്. ഈ വിശദീകരണം പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ PB അംഗം കൂടിയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെയുള്ള പ്രതിരോധമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയത്. അത് പാർട്ടിയെ വലതുപക്ഷ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുന്നതിനെതിരായാണ് എന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ LDF-ന് തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് എന്നത് നമ്മൾ എല്ലാവരും ഓർക്കണം. ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയുണ്ടായപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ തള്ളിപ്പറയുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടായതാണോ ഈ ശൈലി? ഓരോ വ്യക്തിക്കും പ്രത്യേകം ശൈലി ഉണ്ടാകുക എന്നത് സർവ്വസാധാരണമാണ്. അത് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട്. പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറ്റാൻ താൻ തയ്യാറാണ് എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടാനും പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും ഓരോരുത്തരും തയ്യാറാകണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടും കൈകാര്യം ചെയ്തതിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പയ്യന്നൂരിലെ ട്രേഡ് യൂണിയൻ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ കാര്യത്തിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച നടപടികൾ പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കും സ്വീകാര്യമായിട്ടില്ല.
പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോർന്നതിനു പിന്നിൽ വിവാദങ്ങളും കാരണമായിട്ടുണ്ട്.